ഭഗവാൻ ഗുരുവായൂരപ്പന്റെ വിഗ്രഹമുണ്ടായ കഥയെക്കുറിച്ചും അത് ഗുരുവായൂരിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതിനെക്കുറിച്ചുമാണ് പറയുന്നത്. വിഗ്രഹത്തിന്റെ ഉദ്ഭവവും ആദ്യജന്മങ്ങളും. ത്രേതായുഗത്തിൽ പൃഷ്ണി, സുതപസ് എന്നീ ദമ്പതികൾക്ക് സന്താനങ്ങളില്ലാത്തതിനാൽ അവർ ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. 12-ാം ദിവസം ഭഗവാൻ 4 കൈകളോടുകൂടിയ വിഷ്ണുരൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ തന്നെ മകനായി ജനിക്കണമെന്ന് പൃഷ്ണി 3 പ്രാവശ്യം ആവശ്യപ്പെട്ടതിൻ പ്രകാരം 3 ജന്മങ്ങളിൽ അവർക്ക് മകനായി ജനിക്കാമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. കൂടാതെ തന്റെ വൈകുണ്ഠരൂപം എന്നും അവർക്ക് മുന്നിലുണ്ടാകാനായി 1.5 അടി വലിപ്പമുള്ള പാതാള അഞ്ജന കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു വിഗ്രഹം ഭഗവാൻ അവർക്ക് നൽകി. 1-ാം ജന്മം. പൃഷ്ണിക്കു മകനായി ഭഗവാൻ പൃഷ്ണിഗർഭൻ എന്ന പേരിൽ ജനിച്ചു. അന്ന് ആ വിഗ്രഹത്തെ നാരായണനായി പൂജിച്ചു. 2-ാം ജന്മം. പൃഷ്ണിയും സുതപസ്സും പിന്നീട് അദിതിയും കശ്യപനുമായി പുനർജനിച്ചു. ഭഗവാൻ അവരുടെ പുത്രനായി